2026 നമ്മളെന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. ആൽപ്സ് പർവ്വതനിരകളിലെ ഒരു മഞ്ഞുപാളി ഒരുകിക്കൊണ്ടിരുന്നപ്പോ മഞ്ഞിന്റെ തൊട്ടു നടുവിൽ നിന്നും ഒരു മനുഷ്യന്റെ മൃതദേഹം കണ്ടെത്തപ്പെട്ടു. അവൻ ഏകദേശം 5300 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ് എന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. അവന്റെ കഥയാണ് നാം ഇന്നറിയാനായി പോകുന്നത്. കഥ അവിടെ നിന്നും 5300 വർഷങ്ങൾ പിന്നിലേക്ക് ചലിക്കുന്നു, നേരെ ആൽപ്സിന്റെ ഹൃദയഭാഗത്തേക്ക്. അന്നത്തെ കാലത്ത് രാജ്യങ്ങളോ നഗരങ്ങളോ ഒന്നുമുണ്ടായിരുന്നില്ല. ഏതാനും കുറച്ച് ആളുകൾ മാത്രം വസിച്ചിരുന്ന ചെറു കൂട്ടങ്ങളായ ഗോത്രങ്ങളായിരുന്നു നിലകൊണ്ടിരുന്നത്. കഥാനായകൻ കൊലാബിന്റെ ഗോത്രത്തിൽ അവന്റെ ഗർഭിണിയായ ഭാര്യ പ്രസവിക്കാറായി നിൽക്കുകയായിരുന്നു. അവൾ വിജയകരമായി ഒരു കുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ നിർഭാഗ്യവശാൽ പ്രസവത്തോടെ അവൾ മരണപ്പെട്ടു. അതിനാൽ കൊലാബും ഗോത്രത്തിലെ മറ്റുള്ളവരും ചേർന്ന് അവളുടെ ആത്മാവിന് അന്തിമമായ മോക്ഷം ലഭിക്കും എന്ന വിശ്വാസത്തിൽ പ്രത്യേക ആചാരങ്ങളോടെ അവളുടെ മൃതദേഹം അടക്കം ചെയ്യാൻ കൊണ്ടുപോയി. തന്റെ നവജാത ശിശുവിനെ പരിപാലിക്കാനും തന്റെ പുതിയ ഭാര്യയാകാനും വേണ്ടി കൊലാബ് ഗോത്രത്തിലെ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവരുടെ വിശ്വാസപ്രകാരം കുഞ്ഞിനായി ചെറിയൊരു ആഘോഷവും അവൻ നടത്തി. അതിനുശേഷം കൊലാബ് വേട്ടയാടാനിറങ്ങാൻ തീരുമാനിച്ചു. കാരണം അന്നത്തെ ജീവിതം ഭക്ഷണത്തെയും മൃഗങ്ങളുടെ രോമത്തെയും തോലിനെയും മാത്രം ആശ്രയിച്ചുള്ളതായിരുന്നു. ഒരു ദിവസം വേട്ടയാടിയില്ലെങ്കിൽ അന്നവർ പട്ടിണിയിലാകും. കൊലാബ് കുഞ്ഞിനോടും മറ്റും യാത്ര പറഞ്ഞ് ഉപജീവന മാർഗം തേടി ഇറങ്ങി. ദൈവത്തിൽ എല്ലാവരെയും ആശ്രയമർപ്പിച്ചു. സമാധാനത്തോടെ ജീവിക്കുകയും പക്ഷികളെ വളർത്തുകയും മരണം വരെ അതിജീവിക്കാൻ മാത്രം ശ്രമിക്കുകയും ചെയ്യുന്ന തന്റെ ഗോത്രത്തെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് കൊലാബ് മുന്നിലേക്ക് നടന്നു. ഒരുപാട് ദൂരം നടന്ന ശേഷം അല്പം വിശ്രമിക്കാൻ അവനിരുന്നു. കല്ലുകൾ കൂട്ടിയുരസി തീയുണ്ടാക്കി. എന്നാൽ പെട്ടെന്ന് തനിക്ക് സമീപം ഒരു മൃഗമുള്ളതായി അവൻ അനുഭവപ്പെട്ടു. അവൻ വില്ലും അമ്പുമെടുത്ത് അതിനെ വേട്ടയാടാൻ ഉടൻ തന്നെ എഴുന്നേറ്റു. അധികം വൈകിയില്ല. കൊലാബ് മിടുക്കനാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്റെ ആദ്യ വേട്ടയിൽ തന്നെ അവൻ വിജയിച്ചു. ഗോത്രത്തിലെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുകയും തോലും രോമവും ഉണ്ടാക്കുന്നതിലും ഭക്ഷണത്തിനായി മൃഗങ്ങളെ വളർത്തുന്നതിലും ഉൾപ്പെടെ തങ്ങളുടെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് മറ്റൊരു ഗോത്രത്തിൽ നിന്നുള്ള ഒരാൾ അവിടെ കിരച്ചുകയറി വന്നു. അവരിലൊരാളെ കൊലപ്പെടുത്തി. അവന്റെ കൂടെ വില്ലും അമ്പുമേന്തിയ കുറച്ചാളുകളുണ്ടായിരുന്നു. അവർ എല്ലാവരെയും ആക്രമിച്ചു. അത് കണ്ടതും കൊലാബിന്റെ ഭാര്യ കുഞ്ഞിനെ ഒരു ചെറിയ ആൺകുട്ടിയെ ഏൽപ്പിക്കുകയും അവനുമായി വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ശത്രുഗോത്രത്തിലെ ഒരാൾ അവരുടെ ആ കുടിലേക്ക് ഇരച്ചുകയറി അവളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. നിർഭാഗ്യവശാൽ ആ ചെറിയ ആൺകുട്ടിക്കും ദൂരെ നിന്ന് അമ്പേറ്റു. കുഞ്ഞിനെ ചേർത്തു പിടിച്ചവൻ നിലത്തു വീണു. അവൻ മരണമടഞ്ഞു. കുഞ്ഞിന്റെ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ആ ക്രൂരന്മാരായ ഗോത്രക്കാർ ഒരു ദയവുമില്ലാതെ അവിടെയുള്ള എല്ലാവരെയും കൊല്ലുന്നതും നശിപ്പിക്കുന്നതും തുടർന്നു. അതിനുശേഷം അവർ കുടിലുകൾക്ക് തീയിടാൻ ആരംഭിച്ചു. കൊല്ലപ്പെടാത്തവർ ജീവനോട് വെന്തുമരിക്കുകയോ പുകശ്വസിച്ചു മരിക്കുകയോ ചെയ്യണം എന്ന ഉദ്ദേശത്തിലായിരുന്നു അത്. ഇതെല്ലാം നടക്കുമ്പോഴും കൊലാബാകട്ടെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പുകയുടെ മണം പിടിച്ച് അവൻ ദൂരെ നിന്ന് തന്റെ ഗോത്രത്തിലേക്ക് നോക്കി. അത് പൂർണ്ണമായും കത്തിയിരിയുന്നത് കണ്ടു. അതേസമയം ശത്രുഗോത്രക്കാരിൽ ഒരാൾ കൊലാബിന്റെ ഭാര്യയെ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് അവരുടെ നേതാവ് വന്ന് അവളോട് അവരുടെ പ്രത്യേക കല്ലിരിക്കുന്ന സ്ഥലം ചോദിച്ചു. എന്നാൽ അവൾ അവന്റെ മുഖത്ത് തുപ്പി. ഇതിൽ കോപിഷ്ഠനായ അവൻ ഒരു കുന്തം കൊണ്ട് അവളുടെ നെഞ്ചിൽ കുത്തുകയും അവളെ തൽക്ഷണം കൊലപ്പെടുത്തുകയും ചെയ്തു. ആ നിമിഷം കൊലാബ് തനിക്കാവുന്നത്ര വേഗത്തിൽ ഗോത്രത്തിലേക്ക് ഓടിയെത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ നേതാവും അവന്റെ ആളുകളും സകലതും നശിപ്പിച്ചു കഴിഞ്ഞു. അവർ തിരഞ്ഞു നടന്ന ആ കല്ലിനായി അവർ എല്ലായിടത്തും തിരച്ചിൽ നടത്തി. ഒടുവിൽ ഒരു ചെറിയ പെട്ടി കണ്ടെത്തി. അവരത് തുറന്നു നോക്കിയപ്പോ അതിനുള്ളിൽ ആ കല്ലുണ്ടായിരുന്നു. അത് കിട്ടിയതും അവർ വല്ലാതെ സന്തോഷിച്ചു. അതെടുത്ത് അവിടെ നിന്ന് പോവാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ കല്ലിനായിരുന്നു അവർ ആ കൂട്ടക്കൊല തന്നെ ചെയ്തത്. കൊലാബ് ഗോത്രത്തിനടുത്തെത്തിയപ്പോ അവനുറക്കെ നിലവിളിച്ചുകൊണ്ട് തന്റെ ഭാര്യയെ വിളിച്ചു. നേതാവും കൂട്ടരും അവൻ വരുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും എല്ലാം കത്തിച്ചാമ്പലാക്കിയ ശേഷം അവിടെ നിന്നും പോകാനായിരുന്നു അവരുടെ തീരുമാനം. കൊലാബ് ഓടിയെത്തിയപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞിരുന്നു. അങ്ങോട്ടേക്കെത്തിയ കൊലാബ് തീയുടെ നടുവിൽ തന്റെ ഭാര്യയുടെ മൃതദേഹം കണ്ട് അത്യന്തം ദുഃഖിതനായി. അവൻ അവളുടെ മൃതദേഹം പൊക്കിയെടുത്ത് പുറത്തേക്ക് വന്നു. തന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ അവൻ ആകുലപ്പെട്ടു. അവൻ അവളെ ഒരു സ്ഥലത്ത് കിടത്തി. അവളുടെ ആത്മാവിന് മോചനം ലഭിക്കുന്നതിനായി മരണാനന്തര ചടങ്ങുകൾ ചെയ്തു. പിന്നാലെ അവൻ ചുറ്റും തിരയാൻ ആരംഭിച്ചു. അവിടെയാരും ജീവനോടുണ്ടായിരുന്നില്ല. നാശവും ശൂന്യതയും മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഒടുവിൽ ദൂരെ കിടക്കുന്ന ആ ചെറിയ ആൺകുട്ടിയെ അവൻ കണ്ടു. അവൻ ഉടൻ തന്നെ അവനടുത്തേക്ക് ഓടിയെത്തി. ആ കുട്ടി അമ്പേറ്റ് നേരത്തെ മരണപ്പെട്ടു എന്ന് കണ്ട് അവൻ ഞെട്ടിത്തരിച്ചു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ആ നവജാത ശിശു ആപത്തൊന്നും പറ്റാതെ ജീവനോടുണ്ടായിരുന്നു. അവിടെ നടന്ന ആ കൂട്ടക്കൊലയിൽ രക്ഷപ്പെട്ട ഒരേ ഒരു ജീവൻ ആ കുഞ്ഞിൻ്റെത് മാത്രമാണ്.
മാത്രമാണ് തന്റെ മുഴുവൻ ഗോത്രവും തനിക്കറിയാവുന്ന സകലരും എന്നേക്കുമായി ഇല്ലാതായി എന്ന അത്യധികം സങ്കടത്തോടെ കൊലാബ കുഞ്ഞിനെ കയ്യിൽ വാരിയെടുത്തു. അവൻ ആ ചെറിയ ആൺകുട്ടിയുടെ കയ്യിൽ ഉമ്മ വെച്ചു. തന്റെ ഗോത്രത്തിൽ ആകെ അവശേഷിക്കുന്ന ജീവൻ, തന്റേതായി ആകെയുള്ള ബന്ധു അതാ കുട്ടി മാത്രമാണ് എന്നതുകൊണ്ട് ആ കുട്ടി അവൻ അത്രമേൽ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നാലെ മഴ പെയ്യാൻ ആരംഭിച്ചു. അതിനാൽ കൊലാബ് തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരിടത്ത് പോയിരുന്നു. അവിടെ കേവലം നിശബ്ദത മാത്രമായിരുന്നില്ല നിഴലിച്ചിരുന്നത്. വാക്കുകളില്ലാതെ തന്നെ നമ്മുടെ നായകന്റെ ഹൃദയത്തിലെ സങ്കടവും വേദനയും ഏറെ പ്രകടമായിരുന്നു. എന്തായാലും പ്രഭാതമായപ്പോ തകർക്കപ്പെട്ട ഗോത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ അവൻ നടന്നു. കല്ലുവെച്ചിരുന്ന് പെട്ടിയിരുന്ന സ്ഥലത്ത് പോയപ്പോ അതവിടെല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ശത്രുഗോത്രം അത് മോഷ്ടിച്ചതായി അവൻ മനസ്സിലാക്കി. അവൻ ആ ചെറിയ ആൺകുട്ടിയുടെ മൃതദേഹവും എടുത്ത് സങ്കടത്തോടെ അന്തിമാചാരങ്ങൾ ചെയ്യാൻ ഒരു ഗുഹയിലേക്ക് കടന്നു. ആ കുട്ടിയുടെ ആത്മാവിന് ഇപ്പോൾ മോചനം ലഭിച്ചു കാണുമെന്ന ചിന്ത അതോടെ അവൻ അല്പം ആശ്വാസം പകർന്നു. അത്ര തന്നെ തന്റെ ഹൃദയത്തിലും മനസ്സിലും പ്രതികാരം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഇനി എന്ത് വേണമെന്ന് അവൻ ചിന്തിച്ചിരുന്നു. വേദനയും സങ്കടവും കാരണം അവനുറക്കെ നിലവിളിക്കുകയും പൂർണ്ണമായി തകർന്നിരിക്കുകയും ചെയ്തു. എന്നാൽ എന്തു വില കൊടുത്തും തന്റെ ഗോത്രത്തോട് ചെയ്തതിന് പ്രതികാരം ചെയ്യുന്നതുവരെ സ്വയം നിയന്ത്രിക്കാൻ കൊലാബ് തീരുമാനിച്ചു. പിന്നെ അങ്ങോട്ടേക്ക് കൊലാബിന്റെ പ്രതികാരയാത്ര ആരംഭിക്കുകയായിരുന്നു. അവൻ കുഞ്ഞിനെ മുതുകിൽ കെട്ടിവെച്ച് നിശബ്ദത വാണിരുന്ന പ്രകൃതിയിലൂടെ മുന്നോട്ട് നടന്നു. തനിക്ക് വിശക്കുമ്പോൾ തിന്നാൻ അവനൊരാടിനെയും കൂടെ കൂട്ടി. കാരണം അവനപ്പോൾ വേട്ടയാടാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. പ്രതികാരം മാത്രമാണ് ഉള്ളിലുള്ള ഏക ലക്ഷ്യം. എന്തായാലും കുഞ്ഞ് കരയുന്നത് കാണുന്നതുവരെ അവൻ ആ നടപ്പ് തുടർന്നു. കുഞ്ഞ് കരഞ്ഞപ്പോ അവനല്പം വിശ്രമിക്കാനും കുഞ്ഞിനെ ശാന്തനാക്കാനും ഒരിടത്തിരിക്കാൻ തീരുമാനിച്ചു. അവന് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ അവൻ ആടിനെ നന്നായി കെട്ടിയിടുകയും കുഞ്ഞിന് വിശപ്പടക്കാൻ ആ ആടിൽ നിന്നും അല്പം പാൽ കൊടുക്കുകയും ചെയ്തു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ജീവനെടുത്ത ആ ക്രൂരഗോത്രത്തിന്റെ കാലടയാളങ്ങൾ പിന്തുടർന്ന് കൊലാബ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. നടക്കുന്നതിനിടയിൽ യാത്ര ചെയ്യുന്ന ചിലരെ അവൻ വഴിയിൽ കണ്ടു. എന്നാൽ അവനതൊന്നും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഏകീകൃത ഭാഷയൊന്നുമില്ലാത്തതിനാൽ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും സാധ്യമായിരുന്നുമില്ല. പ്രതികാരം ചെയ്യണമെന്ന ലക്ഷ്യം മനസ്സിൽ പേറിക്കൊണ്ട് ആരോടും ഒന്നും മിണ്ടാതെ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ആരൊക്കെയോ തീ കാഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്ന ഒരിടത്തെത്തുന്നതുവരെ അവൻ ആ നടപ്പ് തുടർന്നു. അവിടെത്തിയതും അവൻ മണം പിടിക്കാൻ തുടങ്ങി. ശത്രുഗോത്രം ഇതിനടുത്തായി ഉണ്ടായിരുന്നു എന്ന കാര്യം അവൻ തിരിച്ചറിഞ്ഞു. മഴ പെയ്യാൻ തുടങ്ങിയപ്പോ യാദൃച്ഛികമായി ആ ഗോത്രക്കാരിലൊരാൾ അതിലൂടെ കടന്നുപോയി. കൊലാബ് ഒട്ടും മടിച്ചില്ല. ഒരു വാക്കുപോലും മിണ്ടാതെ അവനെ ആക്രമിക്കാൻ ചാടി വീണു. പിന്നാലെ അവൻ അവന്റെ കഴുത്തിനിരിക്കുകയും ചെയ്തു. ആ മനുഷ്യൻ അവന്റെ അവസാന ശ്വാസമെടുത്ത് നിലവിളിച്ചു. അവന്റെ ഗോത്രക്കാരിലൊരാൾ ഈ ശബ്ദം കേട്ടു. എന്താ സംഭവിച്ചതെന്ന് നോക്കാൻ അയാൾ അങ്ങോട്ടേക്ക് നടന്നെത്തി. കൂട്ടാളി മരിച്ചു കിടക്കുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നാൽ അതേ സെക്കൻഡിൽ കൊലാബ് അവന്റെ പുറകിലൂടെ ഒരു കല്ലുമായി വന്ന് അവന്റെ തലക്കടിച്ചു വീഴ്ത്തി. അവനെയും തലക്ഷണം കൊലപ്പെടുത്തി. തുടർന്നവൻ അവർ താമസിച്ചിരുന്ന ഇടത്തേക്ക് പോയി എടുക്കാൻ പറ്റുന്ന വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഭക്ഷണമോ ആയുധമോ എന്തെങ്കിലും ഉണ്ടോ എന്നായിരുന്നു അവൻ നോക്കാൻ പോയത്. എന്നാൽ അവിടെ എത്തിയതും മരത്തിൽ കെട്ടിയിട്ട നിലയിൽ മറ്റൊരാളെ അവൻ അവിടെ കണ്ടു. അവർ അവനെ തട്ടിക്കൊണ്ടുവന്നതാണെന്ന് കൊലാബ് മനസ്സിലാക്കി. ഉടൻ തന്നെ അവനെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു. ആ ചെറുപ്പക്കാരന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ യാതൊരു പരിചയപ്പെടുത്തലുമില്ലാതെ ഒട്ടും മിണ്ടാതെ തന്നെ ഉടൻ അവിടെ ഓടിപ്പോയി. അതിനുശേഷം കൊലാബ് ആടും കുഞ്ഞുമുള്ള ഇടത്തേക്ക് മടങ്ങിയെത്തി. ത്രിഗോത്രത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അത് കാണാനും കൂടി പറ്റുന്ന തരത്തിലായിരുന്നു ഒളിച്ചിരിക്കൽ. അതേസമയം ആ ശത്രുഗോത്രത്തിന്റെ നേതാവും കൂടെയുള്ള 2 പുരുഷന്മാരും തങ്ങളുടെ യാത്ര തുടരുകയായിരുന്നു. വഴിയിൽ ഒരു വയസ്സനെയും പെൺകുട്ടിയെയും അവർ കാണുകയും ചെയ്തു. എന്നാൽ അവർ അതൊന്നും കാര്യമാക്കാതെ തങ്ങളുടെ സ്വന്തം ഗോത്രം ലക്ഷ്യമാക്കി നീങ്ങി. കൊലാബാകട്ടെ അവർ അങ്ങോട്ടേക്ക് വരാൻ സാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞതും കുഞ്ഞിനെ മുതുകിൽ ചുമന്ന് ആടിനെയും കൂടെ കൂട്ടി മുന്നോട്ടേക്ക് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. കഠിനമായ മലനിരകളിലൂടെയും സമതലങ്ങളിലൂടെയും കൊലാബിന്റെ യാത്ര തുടർന്നു പോന്നു. കൊലാബ് മോചിപ്പിച്ച ചെറുപ്പക്കാരൻ അവന് പിന്നാലെ നടക്കുന്നത് കണ്ടപ്പോ കൊലാബിന് ദേഷ്യം വന്നു. കൊലാബ് അവനോട് ദൂരേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് അവന്റെ നേരെ കല്ലെറിഞ്ഞു. തീർച്ചയായും കൊലാബ് പറയുന്നത് എന്താണെന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ദേഷ്യവും ആംഗ്യവും കല്ലെറിയലും എന്തിനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ചുരുക്കത്തിൽ എന്റെ പിന്നാലെ നീ വന്നേക്കരുത്, വന്നാൽ നീ ദുഃഖിക്കും, അതാണ് കൊലാബ് ഉദ്ദേശിക്കുന്നത്. അതോടെ ആ പയ്യൻ പിൻവാങ്ങി. കൊലാബ് പിന്നീട് മുന്നോട്ടു പോയി വിശപ്പടക്കാൻ കുറച്ച് പഴങ്ങൾ പറിക്കാൻ ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് കയറി. കഠിനമായ തണുപ്പുള്ള സമയമാണ്. കുഞ്ഞിനെ ആ മോശം കാലാവസ്ഥയിൽ നിന്നും സംരക്ഷിക്കാൻ
സംരക്ഷിക്കാൻ അവൻ പാടുപെട്ടു. എന്നാലും കഷ്ടതയോടെ കുഞ്ഞിനെ പരിപാലിക്കുകയും ചെയ്തു. അതേസമയം ക്രൂരനായ ഗോത്ര നേതാവും കൂടെയുള്ള രണ്ടുപേരും യാത്രയുടെ ക്ഷീണമകറ്റാൻ അല്പം വിശ്രമിക്കുകയും തീകൂട്ടി അതിന് ചുറ്റുമിരിക്കുകയും ചെയ്യുകയായിരുന്നു. അവർ തങ്ങളുടെ ഭക്ഷണം കഴിക്കൽ തുടർന്നു. മറുവശത്ത് കൊലാബാകട്ടെ ഒരു മൃഗത്തെ കണ്ടു. അതിനെ വേട്ടയാടാൻ കൊലാബ് ശ്രമിച്ചു. എന്നാൽ അമ്പെയ്യുന്നതിന് മുമ്പ് പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ആ വൃദ്ധൻ അതിനെ തനിക്ക് മുമ്പേ വേട്ടയാടിയതായി കൊലാബ് തിരിച്ചറിഞ്ഞു. രണ്ടുപേരും പരസ്പരം വില്ലുമമ്പും ഉയർത്തി. എന്നാൽ കൊലാബിന് ആ വൃദ്ധനിൽ നിന്ന് ഒരു അപകടവും ഫീൽ ചെയ്യാത്തതിനാൽ അവൻ വില്ല് താഴ്ത്തിവെച്ചു. ആ വയസ്സനും ഒന്നും മിണ്ടാതെ അത് തന്നെ ചെയ്തു. എന്നാൽ കൊലാബ് അവനോടും ആ പെൺകുട്ടിയോടൊപ്പം ഇരുന്ന് അദ്ദേഹം പിടിച്ച വേട്ടമൃഗത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയി. ഒരുപക്ഷെ ആ മനുഷ്യൻ ക്ഷണിച്ചതായിരിക്കാം. ആ 3 പേരും ഒന്നിച്ച് പൂർണ്ണ നിശബ്ദതയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. ഈ സമയം ആ വയസ്സന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി തന്റെ വക്കലുള്ള ചെറിയൊരു മരക്കഷ്ണമെടുത്ത് ഒരു വാദ്യോപകരണം എന്ന രീതിയിൽ അതിൽ നിന്നൊരു ഈണം വായിക്കാൻ തുടങ്ങി. അത്ര വലിയ രസകരമായ ഒരു സൗണ്ടൊന്നുമായിരുന്നില്ല അത്. എന്നാലും പൂർണ്ണമായ നിശബ്ദതയേക്കാൾ എത്രയോ ഭേദമായിരിക്കും ഒരു ശബ്ദമെങ്കിലും. എന്തായാലും അന്ന് രാത്രി കൊലാബ് അവരുടെ കൂടെ അവിടെ തന്നെ തങ്ങി. കുഞ്ഞിന്റെ കാര്യത്തിൽ അവൻ വളരെ താല്പര്യമുള്ളവരാണെന്നും കുഞ്ഞിനെ പരിപാലിക്കുന്നുണ്ടെന്നും ആ പെൺകുട്ടിയും വയസ്സനും നോക്കിക്കണ്ടിരുന്നു. അവരുടെ കുടിലിനുള്ളിൽ കുഞ്ഞിനോടൊപ്പമായിരുന്നു കൊലാബ് ഇരുന്നിരുന്നത്. കുറച്ചു കഴിഞ്ഞതും ആ പെൺകുട്ടി അങ്ങോട്ടേക്ക് കടന്നു വന്നു. കൊലാബിനോട് അടുപ്പം കാണിക്കാൻ ശ്രമിച്ചു. എന്നാൽ കൊലാബ് അവളെ തള്ളി മാറ്റി. അവനിപ്പോൾ ഒരു ശാരീരിക ആവശ്യം നിറവേറ്റുന്ന മൂഡിലൊന്നുമായിരുന്നില്ല. അവൻ തന്റെ കുഞ്ഞിനെ എപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ആ നിമിഷത്തിൽ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു കൊലാബിന്റെ ഒരേ ഒരു ലക്ഷ്യം. പെൺകുട്ടി അതോടെ വയസ്സനായ വ്യക്തിയുടെ അടുത്തേക്ക് മടങ്ങി. അവർ പരസ്പരം നോക്കി. കുറച്ചുനേരം കഴിഞ്ഞതും വീണ്ടും മിന്നലും ഇടിയും ഉണ്ടാകാൻ തുടങ്ങി. കൊലാബ് തന്റെ കുഞ്ഞിനെ താരാട്ടി ഉറക്കുന്നതിലും മഴയിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. എന്തായാലും അടുത്ത ദിവസം കൊലാബ് ആ സ്ഥലത്ത് നിന്ന് പോയി. എന്നാൽ കുഞ്ഞവനോടൊപ്പം ഉണ്ടായിരുന്നില്ല. അവൻ നടന്നു പോകുന്നത് ദൂരെ നിന്നും നോക്കി നിന്നിരുന്ന ആ വയസ്സൻ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. കൊലാബ് തങ്ങളോടൊപ്പം ജീവിക്കണം എന്ന് ആ മനുഷ്യൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പക്ഷെ പ്രധാനപ്പെട്ട കാര്യമെന്തെന്നാൽ ആ കുഞ്ഞിനെ കൊലാബ് ആ വയസ്സന്റെ മകളുടെ അടുത്ത് ഏൽപ്പിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത്. ഒരു കുഞ്ഞിനെ പരിപാലിക്കാനും വളർത്താനും ആ പെൺകുട്ടിക്ക് നന്നായി കഴിയും എന്ന് തോന്നിയതുകൊണ്ടാകണം. ഇല്ലെങ്കിൽ തന്റെ കൂടെ സഞ്ചരിച്ചാൽ ആ കുട്ടി മരണപ്പെടും എന്ന ചിന്ത കൊണ്ട് ആ പെൺകുട്ടിയാകട്ടെ വളരെ സന്തോഷവതിയാവുകയും ആ കുട്ടിയെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടെ കൊലാബാകട്ടെ തന്റെ ജീവിതം തകർത്ത് ആ ഗോത്രത്തെ തെരഞ്ഞ് ദീർഘദൂരം മുന്നോട്ട് നടന്നു. തനിക്ക് മുന്നിലുള്ള ഒരു ഗുഹയിൽ പ്രവേശിക്കുന്നതുവരെ അവൻ ആ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ പ്രശ്നമെന്തെന്നാൽ ശത്രുഗോത്രത്തിലെ നേതാവും കൂടെയുള്ള രണ്ടുപേരും ഒരു ഉയർന്ന കുന്നിമുകളിൽ നിന്ന് അവനെ നോക്കിക്കണ്ടിരുന്നു. കൊലാബ് കുറേയായി തങ്ങളെ പിന്തുടരുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവനെ ഒഴിവാക്കാൻ നേതാവ് തന്റെ സഹായികളോട് ആവശ്യപ്പെട്ടു. കൊലാബ് ഗുഹയ്ക്കുള്ളിലേക്ക് നടന്നു നീങ്ങി. പതുക്കെ അത് ചുറ്റിക്കണ്ടു. പക്ഷേ തൊട്ടുപുറകെയാണ് കൊലാബിന്റെ നേർ കമ്പുകൾ പാഞ്ഞെടുത്തത്. കൊലാബ് അതോടെ മറഞ്ഞിരുന്ന് സുരക്ഷിതനാവാൻ ശ്രമിച്ചു. ഒരു പാറയുടെ മറവിൽ അവൻ അഭയം തേടി. എന്നാൽ അവൻ എപ്പോൾ എത്തിച്ചു നോക്കിയാലും അവന്റെ നേരെ മറ്റൊരമ്പ് പാഞ്ഞു വന്നുകൊണ്ടിരുന്നു. കൊലാബും വില്ലുമമ്പുമായി തയ്യാറെടുത്തു. എന്നാൽ തന്റെ സ്ഥാനത്ത് നിന്ന് ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ വേട്ടയാടുക എന്നത് ഏറെ പ്രയാസകരമാണെന്ന് കൊലാബിനറിയാമായിരുന്നു. അതുകൊണ്ട് പാറയുടെ പുറകിൽ തന്നെ നിൽക്കാനും കൃത്യമായി കിട്ടുന്ന ഏതെങ്കിലും അവസരം മുതലാക്കാനും കൊലാബ് തീരുമാനിച്ചു. പക്ഷേ ശത്രുഗോത്രത്തിലെ നേതാവിന്റെ സഹായി വൈകാതെ ഒരു മണ്ടനാണെന്ന് തെളിഞ്ഞു. അവൻ ഉയർന്ന കുന്നിൽ നിന്ന് താഴേക്കിറങ്ങാൻ ശ്രമിച്ചു. കാൽവഴുതി തല നിലത്തടിച്ച് അവൻ മരണപ്പെട്ടു. നേതാവും കൂടെയുള്ള വ്യക്തിയും അവൻ കൊല്ലപ്പെട്ടു എന്ന് കണ്ടതും ഒന്നും സംഭവിക്കാത്തതുപോലെ തങ്ങളുടെ യാത്ര തുടരാൻ തീരുമാനിച്ചു. കൊലാബാകട്ടെ ആ ശത്രു പൂർണ്ണമായും മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ അവനടുത്തേക്ക് ഓടിച്ചെന്നു. അവൻ മരിച്ചതായി കണ്ടപ്പോ കൊലാബ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ചെയ്യാനിരുന്നതിൽ നിന്ന് വിധി നിന്നെ രക്ഷപ്പെടുത്തി. പ്രതികാരത്തിന്റെ ഭാഗമായി കൊലാബ് കൈകൾ കൊണ്ട് അവന്റെ കണ്ണുകൾ പിഴുതെടുത്തു. അവന്റെ പ്രതികാരത്തിന്റെ ഭാഗമായിരുന്നു അത്. കൊലാബിനെ സംബന്ധിച്ച് ഇത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. താൻ തന്നെ അവനെ കൊല്ലണമെന്നും അവൻ മരിക്കരുതെന്നും കൊലാബ് ആഗ്രഹിച്ചിരുന്നു. അതിനുശേഷം അവൻ നദിയിൽ പോയി തന്റെ കയ്യിലെ ചോര കഴുകി ഏതാനും സെക്കൻഡുകൾ വിശ്രമിക്കാനിരുന്നു. എന്നാൽ നേതാവിനെയും രണ്ടാമത്തെയാളെയും പിടികൂടാൻ അവൻ വേഗത്തിൽ പാത തുടരാൻ തീരുമാനിച്ചു. നടന്ന് നേതാവും കൂടെയുള്ളയാളും ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി തളർന്നിരുന്നു. പ്രത്യേകിച്ചും ചുറ്റുമുള്ള പ്രകൃതി വളരെ കാഠിന്യം നിറഞ്ഞതായതുകൊണ്ട് അവർ അവശതയിലായി തുടങ്ങി. ആയിടം മലകളും സമതലങ്ങളും നിറഞ്ഞതാണ്. അതേസമയം കൊലാബിനൊടുവിൽ മനസ്സിലായി ഓടിയാൽ അവർക്കടുത്ത് എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. അങ്ങനെ
ഓടിയോടി അവൻ മഞ്ഞുമലയിലേക്ക് എത്തിച്ചേർന്നു. അത് കയറുന്നതുവരെ അവൻ നോട്ടം തുടർന്നിരുന്നു. മുന്നോട്ട് ശക്തമായി അവൻ ഓടുന്നതിനിടയിൽ അവന്റെ കാൽക്കീഴിലെ മഞ്ഞ് തകരുകയും അവനൊരു വലിയ കുഴിയിലേക്ക് വീഴുകയും ചെയ്തു. കുറച്ചുനേരം അവൻ അനങ്ങാതെ കിടന്നു. അങ്ങോട്ടേക്ക് വന്നെത്തിയ ശത്രുഗോത്രത്തിലെ നേതാവ് ആ മഞ്ഞുകുഴിയിലേക്ക് വീണ് അവൻ മരണപ്പെട്ടു എന്ന് കരുതി തന്റെ ആളെയും കൂട്ടി നിശബ്ദമായി അവിടെ നിന്നും പോകാൻ തീരുമാനിച്ചു. എന്നാൽ കൊലാബിൽ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. അവൻ മരണപ്പെട്ടിരുന്നില്ല. ചുറ്റുപാടും പരിശോധിച്ചു നോക്കാൻ അവൻ എഴുന്നേറ്റ് നിന്നു. ആ കുഴിക്കകത്ത് നിന്ന് മുകൾ വഴിയല്ലാതെ മറ്റൊരു വഴിയിലൂടെയും രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് പിടിച്ചു കയറൽ ഒരാളെ കൊണ്ട് പറ്റുന്ന പണിയല്ല. വീഴ്ച അവന്റെ ശരീരത്തെയും ബാധിച്ചിട്ടുണ്ട്. ഏറെ ക്ഷീണത്തിന് വഴിപ്പെട്ടി അവൻ കുറച്ച് കല്ലുകൾ കണ്ടെത്തി തീയുണ്ടാക്കാൻ കൂട്ടിയുരച്ചു. പിന്നാലെ ആ സ്ഥാനത്ത് തന്നെ ഇരിപ്പ് തുടർന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ താനിനി ഇവിടെ കിടന്ന് മരിക്കാൻ പോവുകയാണെന്ന നിരാശ അവനിൽ ഉടലെടുത്തു. എന്നാൽ പെട്ടെന്ന് കുഴിക്ക് പുറത്ത് ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതോടെ അവൻ പ്രതീക്ഷ കൈവരിച്ചു. പ്രത്യേകിച്ച് അവനെ സഹായിക്കാൻ ആരോ ഒരാൾ കയറ് താഴേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നു. പരിക്കുകളുണ്ടെങ്കിലും കഠിനമായ പ്രയാസത്തോടെ അവൻ അതിൽ പിടിച്ച് കയറിയൊടുവിൽ പുറത്തെത്തി. ആരാണ് അവന് കയറിട്ട് കൊടുത്തതെന്നല്ലേ? അവൻ മുമ്പ് ഗോത്രക്കാരുടെ അടുത്ത് നിന്ന് രക്ഷിച്ച ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, അതേ ചെറുപ്പക്കാരനായിരുന്നു അത്. കണ്ടോ കൊലാബ്, ഞാൻ നിന്നെ രക്ഷിച്ചില്ലേ എന്ന ഭാവത്തിൽ നിന്ന് അവൻ ഒരു വാക്ക് പോലും മിണ്ടാതെ അവിടെ നിന്ന് നടന്നുപോയി. വൈകാതെ കൊലാബ് തന്റെ ശക്തി വീണ്ടെടുക്കുകയും തന്റെ ഗോത്രത്തെ കൊന്നവരോട് എന്ത് വില കൊടുത്തും പ്രതികാരം ചെയ്യാൻ മഞ്ഞിലൂടെ പ്രയാസപ്പെട്ട് മുന്നോട്ട് നടപ്പ് തുടരുകയും ചെയ്തു. ഒടുവിൽ അവൻ വലിയൊരു മലമുകളിൽ എത്തിച്ചേർന്നു. താഴെയുള്ള സമതലത്ത് ദീപകയെന്നതവൻ നോക്കിക്കണ്ടു. അതാ ഗോത്രത്തിന്റെ ഇടമാണ് എന്നവൻ തിരിച്ചറിഞ്ഞു. ഗോത്രത്തിന്റെ തലവനും അവന്റെ കൂട്ടുകാരും തങ്ങളുടെ ഗോത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു. അവിടെത്തി ഉടൻ തന്നെ ഓരോരുത്തരും ഓരോ ചെറിയ പെൺകുട്ടികളെ കൈകളിലെടുത്തു. അതവരുടെ മക്കളാണെന്ന് തോന്നുന്നു. തുടർന്ന് അവർ തങ്ങളുടെ ഭാര്യമാരെ നോക്കാനായി പോയി. നടന്ന് സഹായിയുടെ കാൽ പൂർണ്ണമായും പരിക്കേറ്റിരുന്നു. പെട്ടെന്നവന്റെ മുതുകിലേക്ക് ഒരു അമ്പ് വന്ന് പതിച്ചു. അവൻ മരണപ്പെട്ടു വീണു. അവന്റെ ഭാര്യ അത് കണ്ട് അലറി വിളിച്ചു. എന്താ സംഭവിച്ചതെന്ന് നോക്കാൻ നേതാവ് പുറത്തേക്ക് വന്നു. മറ്റൊരമ്പ് അയാളുടെ തൊട്ടടുത്തുകൂടി കടന്നുപോയി. വൈകാതെ പാറയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന് തങ്ങളെ ആക്രമിക്കുന്ന കൊലാബാണത് എന്നാ നേതാവ് കണ്ടെത്തി. അവൻ തിരിച്ചടിച്ചു. പിന്നെ അവിടെ നടന്നത് ശക്തമായ ഏറ്റുമുട്ടലായിരുന്നു. കോടാലി ഉപയോഗിച്ച് പരസ്പരമുള്ള ആക്രമണവും ആരംഭിച്ചു. ഒടുവിൽ തന്റെ നീക്കങ്ങളിലൂടെ കൊലാബ് ഭ്രാന്തമായി തന്റെ എതിരാളിയെ ആക്രമിക്കുകയും ക്രൂരമായി മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒടുവിൽ ആക്രമണത്തിൽ മേൽക്കൈ നേടിയ കൊലാബ് തന്റെ എതിരാളിയെ പൂർണ്ണമായും അവസാനിപ്പിച്ചു. അങ്ങനെ ഒടുവിൽ അവന്റെ പ്രതികാരം പൂർത്തിയായി. അവൻ തന്റെ അവസാന ശ്വാസം എടുക്കുന്നതുവരെയും അവൻ മരിച്ചുവെന്ന് ഉറപ്പാക്കുന്നതുവരെയും കൊലാബ് അവിടെ നിന്ന് മാറിയതേയില്ല. കുറച്ചു കഴിഞ്ഞ് അല്പം വിശ്രമിക്കാൻ അവൻ നിലത്തേക്ക് വീണു. എന്നാൽ ഒരു സ്ത്രീയും രണ്ട് ചെറിയ പെൺകുട്ടികളും മാത്രമുള്ള ഗോത്രത്തിലെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് അവൻ വേഗത്തിൽ മടങ്ങി. തങ്ങളുടെ പുരുഷന്മാരുടെ മരണത്തിൽ സങ്കടപ്പെട്ട് അവർ അവിടെ ഇരിക്കുകയായിരുന്നു. കൊലാബിന്റെ ഗോത്രത്തിലെ അതേ മരണാനന്തര ചടങ്ങുകൾ അവർ ചെയ്യുന്നത് കണ്ടപ്പോ അവരെ അത് ചെയ്യാൻ അവൻ അനുവദിച്ചു. എന്നാൽ വിചിത്രമായ കല്ലുള്ള പെട്ടി തിരയാൻ അവൻ നേതാവിന്റെ മുറിയിൽ പ്രവേശിച്ചു. അപ്പോഴാണ് ആ വിചിത്രമായ കല്ലെന്തെന്ന് വ്യക്തമായത്. യഥാർത്ഥത്തിൽ അതൊരു കണ്ണാടിയായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ആ ഗോത്രക്കാർ തമ്മിൽ പോരടിച്ചത്. കണ്ണാടി തിരികെ നേടിയതോടെ കൊലാബിന് വല്ലാത്ത സന്തോഷം ലഭിച്ചു. അവൻ കൊന്ന രണ്ടുപേരെയും ചിതയൊരുക്കി കിടത്താനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കാനും കൊലാബ് മുന്നിട്ടിറങ്ങി. അവരുടെ സ്ത്രീകൾ അവർക്ക് തീവെച്ചു. ബാക്കി ചടങ്ങുകൾ പൂർത്തിയാക്കി. പിന്നാലെ അന്ന് രാത്രി അവിടെ തങ്ങാൻ കൊലാബ് തീരുമാനിച്ചു. രാത്രിയിൽ തന്റെ ഭർത്താവിനെയും ഗോത്രത്തലവനെയും കൊന്നതിനാൽ ആ ഗോത്രത്തിലെ ഒരു സ്ത്രീ അവനെ കുന്തം കൊണ്ട് കൊല്ലാനായി ആഞ്ഞെടുത്തു. എന്നാൽ പെട്ടെന്ന് കൊലാബ് ഞെട്ടിയുണർന്നു. അവളിൽ നിന്ന് കുന്തം പിടിച്ചെടുത്തു. കൊലാബ് അവരെ ഒന്നും ചെയ്തില്ല. ആ സ്ത്രീ യാഥാർത്ഥ്യത്തിന് വഴങ്ങി അവിടെ നിന്ന് മാറിക്കിടന്നു. പ്രഭാതമാകുന്നതോടെ കൊലാബ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വീണ്ടും പുറപ്പെടാൻ തീരുമാനിച്ചു. മഞ്ഞുമൂടിയ മലനിരകളിൽ എത്തുന്നതുവരെ അവൻ ദീർഘനേരം നടന്നു. പക്ഷേ കാലാവസ്ഥ മുൻപത്തേക്കാൾ കഠിനമായിരുന്നു. കൊലാബ് ഏറെ തളർന്നിട്ടുണ്ട്. അവനധികം മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. കുറച്ചു സമയം ഉറങ്ങാൻ അവൻ ഏതെങ്കിലും ഒരിടത്തിരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ കടുത്ത തണുപ്പ് അവനെ വല്ലാതെ ക്ഷീണിതനാക്കി. മഞ്ഞവനെ എല്ലാ വശത്തു നിന്നും മൂടി. കാര്യങ്ങൾ അല്പം ശാന്തമായപ്പോ അവൻ കയ്യിലെ കണ്ണാടി എടുത്തുയർത്തി. ഗോത്രത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കാരണമായ കണ്ണാടി അവൻ ദേശത്തിൽ വലിച്ചെറിഞ്ഞു.
വീണ്ടും അവൻ മഞ്ഞിലൂടെ നടന്നു പോകുമ്പോൾ പുറകിൽ നിന്നൊരമ്പ് പാഞ്ഞു വരുന്നത് അവൻ കണ്ടു. ആ ഗോത്രത്തിൽ ഒരാളിപ്പോഴും ജീവനോടെ ബാക്കിയുണ്ടായിരുന്നു. അവൻ കൊലാബിനെ വേട്ടയാടാൻ വന്നതാണ്. കൊലാബിന്റെ ശരീരത്തിൽ വിഷം പുരട്ടിയ അമ്പ് വധിച്ചിരുന്നു. കൊലാബ് വൈകാതെ കുഴഞ്ഞു വീണു. അവിടെ ഉരുണ്ടു വീണിയവൻ ആ മഞ്ഞിൽ കിടന്ന് മരണമടഞ്ഞു. മഞ്ഞുപാളികൾ അവനെ വന്നു മൂടി. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.